സ്വപ്നത്തിൽ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് കണ്ടാൽ അവന് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടാവുകയും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുകയും ചെയ്യുമെന്ന് സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് സ്വപ്നത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന കണ്ടാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ കൂലിയേക്കാളുപരി ഒരുപാട് പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റമളാൻ മാസമാണല്ലോ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. പകൽ സമയത്ത് ഓതിയാൽ തന്നെ കൂലി കിട്ടുന്ന ഈ സൂറത്ത് നമ്മൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ ഓതുന്നതായിട്ട് കണ്ടാൽ ഹജ്ജിൻ്റെ കൂലി കിട്ടതാണ്. വേറൊരു അത്ഭുത സൂറത്ത് കൂടിയാണത്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന 99.4% ആളുകൾക്കും അറിയുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. പക്ഷേ നമ്മൾ പകൽ ഒരുപാട് സമയം ഓതുന്നുണ്ടാവും. പക്ഷെ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ തൗഫീഖാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നു മുതൽ നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം. അല്ലാഹുവേ, സ്വപ്നത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്നല്ല, ഏതെങ്കിലും സൂറത്ത് ഓതുന്നതായിട്ടെങ്കിലും ഒരു സ്വപ്നം നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം വലിയ പ്രതിഫലം അതിന് പറയുന്നുണ്ട്. നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നെങ്കിലേ നമുക്ക് സ്വപ്നത്തിൽ അത് കിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ എത്ര ചാടിയാലും എത്ര തലകുത്തി മറിഞ്ഞാലും നമുക്ക് സ്വപ്നത്തിൽ ഫാത്തിഹ ഓതുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റൂല. അത് അള്ളാഹു തന്നെ തരണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ടൈം ആകുമ്പോൾ ആ സ്വപ്നത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സൂറത്തിൽ ഫാത്തിഹ ഓതുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടാൽ ഈ ഹജ്ജിൻ്റെ കൂലി മാത്രമല്ല, ഒരുപാട് ഗുണം അതിൻ്റെ പിന്നിൽ അള്ളാഹു തരുമെന്നാണ്. പടച്ചോ, നമുക്കൊക്കെ സൂറത്തുൽ ഫാത്തിഹ സ്വപ്നത്തിൽ ഓതുന്നത് കാണാനുള്ള മഹാഭാഗ്യം, ഇത്തരം നല്ല സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.